ഓം നമ ശിവായ. അപ്പൊ ഈ ലോകക്രമത്തിൽ മനുഷ്യൻ എപ്പോഴും എന്ത് ചെയ്യുന്നു, അധികാരം പിടിക്കുക, ശക്തി പിടിക്കുക, ഇങ്ങനെയുള്ളൊരു ഇതുണ്ടായിരുന്നു എപ്പോഴും. ഇപ്പൊ നന്മ തിന്മ എന്ന് പറഞ്ഞ രണ്ട് വിഭാഗങ്ങൾ വരുന്നു. നമ്മളാണെങ്കിൽ അസുരനെന്നും ദേവനെന്നും പറയുന്നു. അപ്പൊ എപ്പോഴും ഈ ഒരു സംഘർഷം നമ്മൾ കാണുന്നുണ്ട്. എനർജിയെ ബേസ് ചെയ്തുള്ള ധാരാളം ഇത് നടക്കുന്നുണ്ട്. അങ്ങ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ യഥാർത്ഥത്തിൽ ഒരു നെഗറ്റീവ് സൈഡിൽ വളരെ ശക്തി പ്രാപിച്ചു വരുന്നുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം ഇപ്പൊ ഈ എപ്സ്റ്റൈൻ അദ്ദേഹത്തിന്റെ ഫയൽസ് എന്ന് പറഞ്ഞിട്ട് സംഗതി വന്നിട്ട്, അപ്പൊ അതിനകത്ത് നമ്മൾ നോർമലി നമ്മള് ഇതാക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ, ഈ സെക്ഷുവലായിട്ട് അബ്യൂസിങ് അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോകും. പക്ഷെ അതിനേക്കാൾ ഡീപ്പായിട്ട് നരബലി, അതുപോലെ തന്നെ ഈ പിന്നെ ചെറിയ മീൻസ് എനർജി ട്രാൻസ്ഫറിങ്, അങ്ങനെ മനസ്സിലായല്ലോ എന്താണ് ഉദ്ദേശം എന്നുള്ളത്. അപ്പോൾ ചെറിയ വേറെ ചില പ്രത്യേക ആളുകളുമായിട്ടിരിക്കുമ്പോൾ അവരുടെ ശരീരത്തിലുണ്ടാകുന്ന ഊർജ്ജ വ്യതിയാനങ്ങൾ, അതുപോലെ തന്നെ കുട്ടികളെ ഭയങ്കരമായിട്ട് പേടിപ്പിച്ചിട്ട് അവരുടെ മാംസം കഴിക്കുക. അപ്പോൾ ആ സമയത്ത് ഇവരുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും ടോപ്പായിട്ടുള്ള അഡ്രിനാലിൻ ഇവർ അതിനെ കൺസ്യൂം ചെയ്യുമ്പോഴത്തേക്ക് ഇവർക്ക് നിത്യയൗവനം ലഭിക്കുന്നു. അപ്പൊ ഇങ്ങനെയുള്ള വിചിത്രമായ രീതികളിലേക്ക് മനുഷ്യൻ പോകുന്ന ഒരു കാലഘട്ടം കൂടിയാണിത്. നമ്മൾ വളരെയേറെ ഭയത്തോടു കൂടി കാണേണ്ട ഒന്നാണ്. ഇപ്പൊ ടി രാമകൃഷ്ണന്റെ ഫ്രാൻസിസ് ടിക്കോര എന്നൊരു നോവൽ ഞാൻ ആദ്യം വായിച്ചു തുടങ്ങിയിട്ട് ഞാൻ ഉപേക്ഷിച്ച പുസ്തകമാണ്. പിന്നെ വർഷങ്ങൾക്ക് ശേഷം എൻ്റെ ഫ്രണ്ട് പറഞ്ഞു, ശ്രീജിത്ത് എന്ന് പറഞ്ഞ എൻ്റെ ഫ്രണ്ട് പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു ഇത് വായിക്കണം, കാരണം ഇതിനകത്ത് മാത്തമാറ്റിക്സിന്റെ ഒന്ന് രണ്ട് ഹൈപ്പേഷ്യയെ കുറിച്ച് ചില രസകരമായ കാര്യങ്ങൾ. അങ്ങനെ ഞാൻ വായിച്ചു. ഇപ്പൊ കാനിബലിസം എന്ന് പറഞ്ഞൊരു വിചിത്രമായ ഒരു അവസ്ഥയിലേക്ക് മനുഷ്യൻ എത്തുന്നതും. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, ഇപ്പൊ ഈ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഊർജ്ജത്തിനെ പോസിറ്റീവായിട്ട് അതിൻ്റെ ഒരു ക്രമീകരണവും സ്റ്റെബിലൈസേഷനും ഒക്കെയാണ് ട്രാൻസ്പേഷനിലൂടെ നമ്മൾ ചെയ്യുന്നത്. അപ്പോ ഞാൻ അതിലേക്കാണ് വരുന്നത്. അപ്പം എങ്ങനെയാണ് ഇതിന്റെ അങ്ങ് ഇങ്ങനൊരു ഫീൽഡിലേക്ക് തിരിയാനുള്ള കാരണം, അങ്ങേക്കുണ്ടായ പേഴ്സണൽ എക്സ്പീരിയൻസുകൾ, അങ്ങയുടെ അന്വേഷണങ്ങൾ ഇവിടെ വന്നെത്താനുള്ള കാരണം അതൊക്കെ ഒന്ന്. എന്നെ സംബന്ധിച്ചോളം ഞാൻ വളരെ ചെറിയ പ്രായം തൊട്ട് തന്നെ, സ്കൂൾ പഠന കാലഘട്ടത്തിൽ തന്നെ വളരെയധികം അന്വേഷണം നടത്താനുള്ളൊരു ഒരു വാസന എന്നിലുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ആത്മീയ കാര്യങ്ങളിലായിരുന്നു എനിക്ക് ആ ഒരു താല്പര്യം വന്നിരുന്നത്. മിക്കവാറും നമ്മൾ അതിലൊരു എന്താണ് നടക്കുന്നത്, വെറുതെ ഒരു പൂജ മാത്രമാണോ, അല്ലെങ്കിൽ അതിലെന്ത് കൃത്യമായിട്ട് എന്താണ് എന്നറിയാനുള്ള ത്വര വല്ലാതെ ഉണ്ടായിരുന്നു. അപ്പൊ അതിനെ കുറിച്ച് ഞാൻ പഠിക്കുകയും ഒരുപാട് സംശയങ്ങളിൽ നമ്മൾ ഒരുപാട് മഹർഷിമാരെ പോലെ അല്ലെങ്കിൽ മുനിമാരെ പോലെ അല്ലെങ്കിൽ വേദപണ്ഡിതന്മാരുടെ അടുത്ത് പോയി ചോദിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചോളം അതിൽ കൃത്യമായൊരു ഉത്തരത്തിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല. കാരണം അവർ കുറച്ച് ഗ്രന്ഥങ്ങളെ വെച്ചുള്ള ചില ആഖ്യാനങ്ങളും കുറച്ച് അവരുടേതായ ചില അറിവുകൾ മാത്രമായിട്ട് നിന്നിരുന്നു. അപ്പോൾ ഒരു കാലഘട്ടത്തിൽ ഞാനത് കൃത്യമായി പറഞ്ഞൊരു പൂർണ്ണമായൊരു നിരീശ്വരവാദിയും ഒരു എല്ലാത്തിനും എതിർക്കുന്ന ഒരു ഭാവത്തിലേക്ക് വന്നിരുന്നു. അതിനുശേഷം നമ്മൾ ശാസ്ത്രീയമായിട്ടുള്ള വിഷയങ്ങളെ കുറിച്ചുള്ള ഒരു പഠനം നമുക്ക് എത്രത്തോളം അത് കൃത്യതയിൽ പോകുന്നുണ്ട് എന്നുള്ളൊരു ചോദ്യത്തിലേക്ക് ഞാൻ കടന്നു. അപ്പോഴും അവിടെയും എൻ്റെ ചോദ്യങ്ങളും ഒന്നിലും നിൽക്കുന്നില്ല. അപ്പൊ താങ്കൾ പറഞ്ഞ പോലെ തന്നെ ഒരു സിംഗിൾ സൈഗോട്ട് എങ്ങനെ ഒരു കൃത്യമായിട്ട് പൂർണ്ണ വളർച്ചത്തെ ജീവിയാകുന്നു, അതിൽ ഏതൊക്കെ പ്രോസസ്സാണ് നടക്കുന്നത്, എന്തൊക്കെയാണ് നടക്കുന്നത്, പൂർണ്ണമായിട്ട് നമുക്ക് വ്യക്തമായിട്ടൊരു അറിവ് നൽകണം എന്ന്. അതുപോലെ തന്നെ ഗുരുത്വാകർഷണം എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു, എന്തൊക്കെയാണ്. എല്ലാവർക്കും ഈ സംശയം ഉണ്ടാകും. ഓംലെറ്റ് കഴിക്കുമ്പോൾ ആലോചിച്ചു, ഈ ഓംലെറ്റ് നമ്മൾ അതിന് പൊട്ടിക്കാതെ കുറച്ച് നാൾ വെച്ചിരുന്ന അതൊരു കോഴിക്കുഞ്ഞായി മാറും, അല്ലെങ്കിൽ ഒരു താറാക്കുഞ്ഞായി മാറും. അത് തന്നെ അത്ഭുതമല്ലേ. നമ്മൾ പൊട്ടിച്ചു പോകുമ്പോൾ വെറും മഞ്ഞ നിറമുള്ള സാധനം, വെള്ള നിറമുള്ള ഒരു സാധനം മാത്രമേ ആണെന്നുള്ളൂ. അതിലെ ഉള്ളിലേക്ക് ഇട്ട് നമ്മൾ അതിനെ കഴിക്കുന്നു. പക്ഷെ അത് കഴിക്കാതെ അത് മാറ്റി ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്നൊരു കോഴിക്കുഞ്ഞുണ്ടാവുന്നു. എത്ര അത്ഭുതമാണ് ഈ ഒരു സംഗതി. ഇതൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ കെമിക്കലായിട്ട് അവർ പറയുന്നുണ്ട്, അതായത് ഇന്ന റിയാക്ഷൻസ് ഉടൻ തന്നെ അത് നേരത്തെ പറഞ്ഞാൽ ആക്ഷൻസ് പറയും. പക്ഷെ വൈ എന്ന ചോദ്യത്തിന് അത് ആരാണ് അതിനെ പ്രോംപ്റ്റ് ചെയ്യുന്നത്, പ്രോംപ്റ്റിംഗ് എനർജി ഏതാണെന്ന് ചോദിച്ചാൽ അതിനൊന്നും ഉത്തരമില്ല. അപ്പൊ ഞാൻ ശാസ്ത്രീയമായി അന്വേഷിച്ച് നടന്നപ്പോഴും ഞാൻ മനസ്സിലാക്കി, നമുക്ക് ഇന്ദ്രിയങ്ങൾക്ക് അതിന്റെ കൂടെ നിൽക്കുന്ന അതിന് നിൽക്കുന്ന കാര്യങ്ങളെ കുറിച്ച് മുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നുള്ളൂ. മറ്റു പല കാര്യങ്ങളും അവർ പറയും നാച്ചുറൽ, ഒരു വാക്ക് പറയും അത് പ്രകൃതിപരമാണ്, അതിൽ അങ്ങനെയാണ് എന്ന് മാത്രം ഉത്തരം നൽകുന്ന കുറെ വിഭാഗങ്ങളുണ്ട്. അപ്പൊ അതിലും എനിക്ക് മനസ്സിലായി ഇത് നാച്ചുറൽ എന്ന് പറയുന്ന ഭാഗത്തും കൃത്യമായ ഉത്തരങ്ങൾ അൺനാച്ചുറൽ ഉണ്ട്. അപ്പൊ പിന്നെ അതിനെ കുറിച്ചുള്ള ഒരു ഗഹനമായിട്ട് ഒരു പഠനത്തിലേക്ക് ഇറങ്ങേണ്ടത് ഒരു ആവശ്യകത ഉണ്ട്. പിന്നെ ഓരോ വ്യക്തിക്കും അവൻ്റെതായ ഉള്ളിൽ ചില കഴിവുകൾ ഉണ്ടായിരിക്കും. അപ്പൊ എനിക്ക് ചെറുപ്പം തൊട്ട് തന്നെ ചില ഫോഴ്സസ് ഉണ്ട് എന്നും ചില വൈബ്രേഷൻസ് വർക്ക് ചെയ്യുന്നുള്ള ഒരു തോന്നലുണ്ടായിരുന്നു. അപ്പൊ അത് എന്റെ മാത്രം തോന്നലാണോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ അതിലേക്ക് ചെറിയ എന്റേതായ ചില പരീക്ഷണങ്ങൾ, ചെറിയ ഫോഴ്സ് എവിടെയാണ് നിൽക്കുന്നത്, എങ്ങനെയാണ് എന്നുള്ളൊരു പരീക്ഷണങ്ങൾ നടത്താൻ തുടങ്ങി.
അപ്പൊ എനിക്ക് മനസ്സിലായി ഈ ഫോഴ്സിന്റെ ചില റിലേഷൻസ് മനസ്സിലായി. അപ്പൊ അത് എന്റേത് ഒരു മാനസികമായിട്ടൊരു ചിന്തയാണോ എന്ന് അറിയാൻ വേണ്ടി ഇത് മറ്റുള്ളവർക്കും കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ അവർക്ക് കിട്ടാൻ വേണ്ടി എനിക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുമോ, അവിടെയാണ് ഈ ട്രാൻസ്ഫോർമേഷൻ വർക്കൗട്ടിന്റെ ഒരു പരിചയം എനിക്ക് തോന്നുന്നത്. കാരണം ആ ഒരു പ്രാക്ടീസ് മെത്തേഡ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന അനുഭവങ്ങൾ അല്ലെങ്കിൽ എനിക്ക് കിട്ടുന്ന ആ ഒരു അറിവ് മറ്റുള്ളവർക്കും കിട്ടുന്നുണ്ടെന്ന് മനസ്സിലായത്. അങ്ങനെ അത് കൊടുക്കുമ്പോൾ ചില അറിവുകൾ എല്ലാവർക്കും അത് ആ ഒരു അറിവിലേക്ക് അവർ കടക്കുന്നുണ്ട്. അപ്പൊ നമുക്കറിയാം എനിക്കുള്ളൊരു അറിവ്, ഇപ്പൊ പഞ്ചസാര എന്ന് പറയുന്നത് മധുരമാണ്. മധുരം എന്നുള്ളത് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്, നമ്മുടെ നാവിന്റെ തുമ്പിൽ ആ ഒരു ഫ്ലേവർ വരുന്നുണ്ട്, അത് എല്ലാവർക്കും ആ ഫ്ലേവർ വരുന്നതുകൊണ്ട് നമ്മൾ മധുരം ഒന്നും വരും, അതൊരു അനുഭവമാണ്. ഇതുപോലെ കൃത്യമായുള്ള ഒരു അനുഭവത്തിലേക്ക് കടക്കുമ്പോഴാണ് അതിന്റെ റിയാലിറ്റിയിൽ കിടക്കുന്നത്. അപ്പൊ അത് നമ്മൾ സൈക്കോളജി പോലെ തന്നെ അതിനെ സർവേ മെത്തേഡ് ഇത്തരം കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു പരിധി വരെ അന്ന് ഞാനൊക്കെ ചെറുപ്പത്തിൽ എന്ന് പറയുമ്പോൾ അന്നൊന്നും ഇന്റർനെറ്റോ അത്ര ഫെസിലിറ്റീസ് ഒന്നും ഇല്ല. നമ്മുടെ പരീക്ഷകൾ നമ്മുടേതേ മാത്രമായി നിൽക്കുന്ന സന്ദർഭമാണ്. പിന്നീടാണ് നമുക്ക് ഇന്റർനെറ്റിന്റെ ഉപയോഗം തുടങ്ങിയപ്പോൾ ഞാൻ ഈ വിഷയങ്ങൾ പുറമെ എവിടെയൊക്കെ നടക്കുന്നുണ്ടെന്നൊരു അന്വേഷണം തുടങ്ങിയത്. അങ്ങനെയാണ് നമ്മൾ ഈ ട്രാൻസ്പേഴ്സണൽ ഫീൽഡിലാണ് ഇത്തരം കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ളത് മനസ്സിലായത്. അപ്പൊ അതിന്റെ പ്രത്യേകിച്ച് അവരുടെ ഈ ഇതിൽ നിൽക്കുന്ന ആളുകളുടെ അഡ്രസ്സ് തപ്പുകയും അവർക്ക് നമ്മൾ പ്രത്യേകിച്ച് അതിന് മെസ്സേജുകൾ ഇടുകയും എൻ്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തപ്പോഴാണ് ഇതിനൊരു കൃത്യമായ പ്ലാറ്റ്ഫോംസും കാര്യങ്ങളുണ്ട് എന്ന് മനസ്സിലായത്. അങ്ങനെ എൻ്റെ പഠനത്തിന്റെ കൂടെ തന്നെ ഇത്തരം വിഷയങ്ങളെ ഞാൻ കൂടുതൽ ഗൗരവമായിട്ട് എടുക്കാൻ തുടങ്ങി. അതിൻ്റെ വിഷയങ്ങൾ ഞാൻ പരീക്ഷണം നടത്തി. പക്ഷെ ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ പരീക്ഷണം നടത്തുന്ന ഫീൽഡുകളിലൊന്നും ഞാൻ പരിചയപ്പെട്ട വ്യക്തികളൊന്നും എത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അവരെന്നെ ചോദിക്കും നിങ്ങൾ ഇത്രയൊക്കെ എത്തിയോ? ഒരുപക്ഷെ ഞാൻ വേറൊരു രാമാനുജനായിരിക്കാം. കാരണം ഒരു ടാക്ടിക്കും ഇല്ലാതെ നമ്മളിവിടെ പരീക്ഷ നടത്തിയിട്ട് നമ്മളവിടെ കിടക്കുമ്പോൾ എന്തോ വൈഡ് തിയറംസ് പോലത്തെ കുറച്ച് കാര്യങ്ങൾ. പക്ഷെ അവര് പിന്നീട് നമുക്കൊരു സമയത്ത് അവരിവിടെ വരികയും എന്റെ പരീക്ഷണങ്ങൾ അവർ നിരീക്ഷിക്കുകയും ചെയ്തപ്പോൾ അവർ പറഞ്ഞു ഇത് കൃത്യമായിട്ടൊരു പ്ലാറ്റ്ഫോമിലാണ് നിങ്ങൾ പോകുന്നത്, ഇത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം, അതിന്റെ അസിസ്റ്റൻസ് തരാം, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇതിന്റെ കൃത്യമായിട്ടുള്ളൊരു ആ പഠന സമ്പ്രദായം, അതും അവർക്ക് സമ്പ്രദായം തരാൻ പറ്റുന്നത് ഒന്നിലും മാത്രമല്ലോ, സൈക്കോളജിയിൽ മാത്രം, ട്രാൻസ്പേഴ്സൺ സൈക്കോളജിയിൽ മാത്രം. അത് തന്നെ ഞാൻ പറയുകയാണ്, സൈക്കോളജി ഞാൻ അതിന്റെ കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരാളാണെങ്കിലും ഏറ്റവും രസകരമായ കാര്യം ആ സൈക്കോളജി വിങ് തന്നെ പലപ്പോഴും സ്യൂഡോ എന്ന രീതിയിൽ കാണുന്ന രീതിയിലാണ് നിൽക്കുന്നത്. കാരണം അവർക്ക് ചില കാര്യങ്ങൾ അവർക്ക് കൃത്യമായിട്ട് ഇതുപോലെ ശാസ്ത്രീയമായി പറയാൻ പറ്റില്ല. പക്ഷെ നമ്മളുടെ ഈ പരീക്ഷണ ഘട്ടങ്ങൾ വന്ന് അതിന്റെ റിസൾട്ട് വന്നതിന് ശേഷമാണ് ട്രാൻസ്ഫർ സൈക്കോളജി കുറച്ചും കൂടി അവർക്ക് ശാസ്ത്രീയമായിട്ട് വിശദീകരിക്കാൻ പറ്റി തുടങ്ങിയത്. അതുവരെയ്ക്കും അവർക്കും ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെയാണ് നമുക്ക് ഈ ഇതിന്റെ ഒരു മേഖലയിൽ കടന്നത്. നമ്മുടെ കയ്യിലുണ്ട്. അവരെ സംബന്ധിച്ചുള്ള അത് കിട്ടിയിട്ടില്ല. കാരണം അവർക്ക് അറിയാം നമ്മൾ ധ്യാനത്തിലിരിക്കുമ്പോൾ ഒരു പ്രത്യേക ഭാവമുണ്ട്. പക്ഷെ എന്തുകൊണ്ട് വരുന്നത് ചോദിച്ചാൽ അറിയില്ല. എനിക്ക് വരുന്നുണ്ട്, അതെങ്ങനെ എവിടെ നിന്ന് ചോദിക്കുമ്പോൾ ഒരു ഉത്തരങ്ങൾ, ആ ഉത്തരങ്ങളൊക്കെ കിട്ടിയത് നമ്മളുടെ ഈ പറഞ്ഞ കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ ട്രാൻസ്പേഴ്സൺ വർക്കൗട്ടുകൾ 252 മേലെ എന്റെ പേരിൽ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിയാണ് മുഴുവൻ കണ്ടുപിടിച്ചത്. അത് ഓരോ വിഭാഗത്തിലേക്ക് ഓരോന്നിനും ഉപയോഗിക്കാൻ വെച്ചിരിക്കുന്നതാണ്. എഡ്യൂക്കേഷനുള്ള ഒരു വിഭാഗമുണ്ട്. അവർ ഞാൻ നേരത്തെ പറഞ്ഞ മുഴുവൻ വർക്കൗട്ടാണ്, ശരീരം കൊണ്ട് വർക്കൗട്ടാണ്. പക്ഷെ അതിലുപരി നമുക്ക് ഇതിനെ ഇത്തരം കാര്യങ്ങൾ അറിയാതെ യോഗയായിട്ടൊന്നും പറ്റില്ല. യോഗയിൽ നമുക്ക് ഇതിന്റെ ഭാഗങ്ങൾ അപ്ലിക്കേഷൻ നടത്താൻ പറ്റും, ഇതിനെ എടുത്ത് ചെയ്യാൻ പറ്റും. യോഗയെന്നൊന്നും നമ്മൾ ഇങ്ങോട്ട് എടുത്ത് എക്സാമ്പിൾ ഒന്ന് കാണിക്കാമോ? അതായത് ഫസ്റ്റ് അതിൽ ചെറിയൊരു എക്സാമ്പിൾ പറയാം. ഫസ്റ്റ് നമ്മൾ അറിയേണ്ടത് നമ്മളിൽ ഒരു ഫോഴ്സ് വർക്ക് ചെയ്യുന്നുള്ളതാണ്. അതായത് അത് നമുക്ക് പ്രാണിക്കിലും റെക്കിയിലൊക്കെ നമുക്ക് അറിയുന്നതാണ്. നമ്മൾ രണ്ട് കൈകൾ പിടിക്കുമ്പോൾ ഒരു ഫോഴ്സ് വർക്ക് ചെയ്യുന്നത്. ഇനി ചോദ്യം ഇതാണ്, ഈ ഫോഴ്സ് എന്താണ്, എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഇത് നമ്മളുടെ ബ്രെയിനിൽ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള ഒരു മാഗ്നറ്റിക്സ് ആണ് വർക്ക് ചെയ്യുന്നത്, ഓർ അത് വേറെ ഏതെങ്കിലും നമ്മൾ ചെയ്യുമ്പോൾ ഈ ചെറിയൊരു ഫോഴ്സ് നമ്മുടെ ബോഡിയിൽ നിന്ന് വർക്ക് ചെയ്യുന്നതിലും എന്തെങ്കിലും ഇന്ററാക്ട് ചെയ്യുന്നുണ്ടോ? ഈ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് ഒരാളെ സംബന്ധിച്ച് ഇതിന്റെ ഫസ്റ്റ് ഒരു ഓപ്പണിംഗ് എന്ന് പറയുന്നത് ഫസ്റ്റ് നമ്മുടെ ഫോഴ്സ് തിരിച്ചറിയാറുണ്ട്. അതായത് ഫസ്റ്റ് നിങ്ങൾക്ക് ഒരു ഫോഴ്സ് ഉണ്ട്, അതാണ് ഇതിന്റെ ഓപ്പണിംഗ്. നമ്മൾ കൊടുക്കുന്ന ഓപ്പണിംഗ് തന്നെയാണ്. ഈ ഓപ്പണിംഗിലൂടെ അയാൾക്ക് ഇത്തരം ഒരു ഫോഴ്സ് വർക്ക് ചെയ്യുന്നതെന്ന് അറിഞ്ഞു തുടങ്ങിയാൽ നമുക്ക് അടുത്ത സ്റ്റെപ്പ് വയ്ക്കാൻ പറ്റും. അതിന്റെ റെക്കഗ്നിഷൻ എന്താണ് അടുത്തത്, ഈ ഫോഴ്സ് എവിടേക്കാണ് എമർജ് ചെയ്യുന്നത്, എന്തെങ്കിലും ഇന്ററാക്ഷൻസ് ഉണ്ടോ, ഇതൊക്കെ നമ്മൾ ബൈ ഓരോ പ്രാക്ടീസ് മെത്തേഡ് കൊടുത്തിട്ട് അവരെ പഠിപ്പിക്കുകയാണ്. ഒക്കെ പ്രാക്ടിക്കലാണ്. ഒരു തിയററ്റിക്കൽ നമ്മൾ സബ്ജക്ട് വൈസ് എന്താണെന്ന് അറിയാൻ വേണ്ടി മാത്രമേ കൊടുക്കുന്നത്, ബാക്കിയൊക്കെ പ്രാക്ടിക്കലാണ്. അത് ഓരോ പ്രാക്ടിക്കൽ സയൻസിൽ വരുമ്പോഴാണ് നേരത്തെ പറഞ്ഞത് നമുക്ക് ഓരോ ക്ഷേത്രങ്ങളിൽ നിന്ന് വരുന്ന ഫോഴ്സ് എവിടേക്കാണ് റിലേറ്റ് ചെയ്ത് പോകുന്നത്, ഫ്രീക്വൻസി എന്താണ്, അതുപോലെ തന്നെ അത് എന്തൊക്കെ എഫക്ട്സ് ആണ് ഉണ്ടാക്കുന്നത്, ഇനിയിപ്പോൾ പ്രകൃതിയിൽ എന്തൊക്കെയുണ്ട്, ഈ ഫോഴ്സസ് എങ്ങനെ വർക്ക് ചെയ്യുന്നത്, ഇൻഡിവിജ്വലായിട്ട് എന്തൊക്കെയാണ്, ഇവിടെ നിന്നാണ് ആക്സെപ്റ്റൻസ് വരുന്നത്, ഇതിനെ നമുക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാം. നേരത്തെ പറഞ്ഞാൽ ഇപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ തന്നെ എന്തുകൊണ്ട് ആളുകൾ കൂടുതൽ ക്രൂര സ്വഭാവത്തിലേക്ക് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫിസിക്കൽ വേൾഡിൽ ഒരു പ്രത്യേകതയില്ലേ, അവരുടെ രീതിയിൽ എന്താ വെച്ചാൽ ജനിക്കുക, നമ്മൾ ഈ ഫിസിക്കൽ ബോഡിയിൽ ജീവിക്കുക, മരിക്കുക. ആ ലൈഫ് സ്പാനിൽ നമ്മൾ എന്ത് ചെയ്താലും കുഴപ്പമില്ല, ആരോ ഉപദ്രവിച്ചാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്താലും ആ രീതിയിലേക്കാണ് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് ഏത് ക്രൂരത കാണിച്ചാലും
നമുക്ക് ആ ഒരു ലൈഫ് സ്പാനിൽ നമുക്ക് എന്ത് കാണിച്ചാൽ നമ്മൾ അങ്ങനെ പോയിക്കോളും. അങ്ങനെ ഒരു ചിന്താഗതി വളരുന്നത് കൊണ്ടാണ് ഇത്രയും അട്രോസിറ്റീസ് ലോകമെമ്പാട് നടക്കുന്നത്. പക്ഷെ അതിന് പകരം ഇത്തരം ഫോഴ്സസ് ഒക്കെ നമ്മളിൽ വർക്ക് ചെയ്യുന്നതും ഇത്തരം പ്രകൃതി ഇത്തരം ഫോഴ്സുകളിൽ നിന്നും അതിന് നമുക്ക് അഡാപ്റ്റ് ചെയ്യാനും അത് നമുക്ക് മനുഷ്യന് ഒരുപാട് കാര്യങ്ങൾക്ക് ഉപയോഗിക്കാനും പിന്നെ നമ്മൾ പറയാം ആഫ്റ്റർ ഡെത്ത് നമുക്ക് നമ്മുടെ സ്പിരിച്വൽ ബോഡി എന്താണെന്നും ഇനി ഈവൻ നമുക്ക് സ്പിരിച്വൽ ബോഡീസിന് തിരിച്ചറിയാനുള്ള മാർഗം കൂടി നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതായത് നമ്മൾ മരിക്കുമ്പോൾ എവിടെ പോകുന്നത് തിരിച്ചറിയാനും ഭേദം പോയ ഈ പറഞ്ഞ സ്പിരിച്വൽ ബോഡീസ് ഉണ്ടെന്ന് മനസ്സിലാക്കി നമുക്കറിയാം നമ്മളുണ്ടെന്ന് മനസ്സിലാക്കും. അപ്പൊ അവർക്ക് ഈ ഇത്തരം വിഷയങ്ങൾ അറിയുമ്പോൾ ഓട്ടോമാറ്റിക് ആളുകൾ പറയും അപ്പോൾ ഇത്രയൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഒന്നുകൂടി വളരെ ഒരു ഹ്യൂമാനിറ്റിയിൽ ജീവിക്കാം എന്ന് പറയുന്ന ഒരു വിഷയത്തിലേക്ക് കടക്കുന്നുണ്ട്. വളരെ നല്ലൊരു പോയിന്റ് ആണ്. കാരണം എന്റെ ഒരു സ്റ്റുഡന്റ് തന്നെ അവര് ഫിസിക്സിൽ PhD ഉള്ള ആളാണ്. അപ്പൊ എന്നോട് പറഞ്ഞു എന്നെ ഗൗരവമായ വായനയുടെ ലോകത്തിലേക്ക് നയിച്ച ഒരു അധ്യാപകൻ ഈ സ്യൂഡോ സയൻസിന്റെ പിറകെ പോകുന്നത് എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ പറഞ്ഞ വാട്ട് എവർ ഇറ്റ് ഈസ് നിങ്ങൾ ആ കാര്യങ്ങളിലേക്ക് നിങ്ങൾ എത്തും, ഇന്നല്ലെങ്കിൽ നാളെ എത്തും. ഇപ്പൊ മോഡേൺ ഫിസിക്സ് ഇപ്പൊ അതിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ മാക്രോ ടണലിങ്ങിലാണ് ഇപ്പോഴത്തെ നോബൽ പ്രൈസ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വാട്ട് എവർ ഇറ്റ് ഈസ് നമ്മൾ ഈ കർമ്മ എന്ന് പറഞ്ഞൊരു തിയറി, അത് തിയറിയാണോ പ്രാക്ടീസ് ആണോ വാട്ട് എവർ ഇറ്റ് ഈസ്, അത് അവതരിപ്പിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചെടുക്കുന്നേ വരൂ എന്നൊരു സാധനം നമ്മുടെ ഉള്ളിൽ രൂഢമൂലമാണെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ സോഷ്യലിസ്റ്റിക് ചിന്താഗതിയിലേക്ക് വരും. ഇപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയ വിപ്ലവകാരികളായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഭഗവാൻ കൃഷ്ണനെയും നാരായണ ഗുരുദേവനും ചട്ടമ്പിസ്വാമികളെയും ശ്രീരാമചന്ദ്രനെയും കഴിഞ്ഞിട്ടേ ഉള്ളൂ ആൾക്കാർ. കാരണം അവർക്ക് അവരെ പോലെ വേറെ ആളിനെ കാണാൻ പറ്റി. അതിനപ്പുറം വലിയൊരു സോഷ്യലിസം ഇല്ല, കമ്മ്യൂണിസം ഇല്ല. അതാണ് നമ്മൾ കൊടുക്കുന്ന ആ ഒരു തിയറി. അങ്ങ് പറഞ്ഞതുപോലെയാണ്. കാരണം അപ്പോൾ നമ്മളൊന്ന് മാറി ചിന്തിക്കും. ശരിയാണ്, ഞാൻ ഈ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം എനിക്ക് തന്നെ തിരിച്ചു വരും. അപ്പം ഞാൻ കുറച്ചുകൂടെ ഒന്ന് കരുതലോടുകൂടി ചെയ്യണം. മാത്രമല്ല ഞാൻ ഈ നേടുന്നതെല്ലാം ക്ഷണികമാണ്, ഇതെല്ലാം എനിക്ക് ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകണം. അപ്പം ഞാൻ എൻ്റെ ഭൗതികതയ്ക്കാൽ കൂടുതൽ ആത്മീയതയിലേക്ക് ഒരു പ്രാധാന്യം കൊടുക്കണം, എൻ്റെ ഡിപ്പോസിറ്റ് അവിടെ ആയിരിക്കണം എന്നൊരു ചിന്ത വരുമ്പോൾ അതൊരു യൂത്തിന് ആ ചിന്തകൾ. ഇപ്പൊ നമ്മൾ ഉദാഹരണത്തിന് വിവേകാനന്ദ സ്വാമികളുടെ ഒക്കെ ഒരുപാട് സംഘടനകളൊക്കെ ഉണ്ട്. പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ വാചികമായ ഒരു അറിവുകൾ മാത്രമേ കിട്ടുന്നുള്ളൂ. ഇപ്പൊ നമ്മൾ പറഞ്ഞൊരു അഹം ബ്രഹ്മാസ്മി, അതല്ലെങ്കിൽ നീയാണ് ശരിക്കും അതിന്റെ നിന്നെ ആർക്കും മുറിവേൽപ്പിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ ഉള്ള രീതിയിലുണ്ട്. പക്ഷെ നമുക്ക് വാചികമായ അറിവ് നല്ലത് തന്നെ, പക്ഷെ അതിൽ നമുക്ക് കൃത്യമായിട്ടൊരു പ്രാക്ടിക്കൽ വരാം. എന്നാലാണ് ഇത് ആളുകൾ ശ്രദ്ധിക്കുന്നത്. അപ്പൊ യൂത്തിന് എപ്പോഴും പ്രാക്ടിക്കലാണ് നമുക്ക് ഗുണങ്ങളെ പറ്റും. ഇത്ര ഫോഴ്സ് ഉണ്ടെന്നത് വർക്ക് ചെയ്യാൻ പറ്റും. നമ്മളെ സംബന്ധിച്ച് ഇപ്പൊ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് നമ്മൾ ഈ ഫോഴ്സ് ഡെവലപ്പ് ചെയ്തിട്ട് അവനവന്റെ ഫോഴ്സ് വേറെ ഒന്നും അതിൽ നമ്മൾ കൊടുക്കുന്നില്ല. ഫോഴ്സ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് അവരെ ലേണിംഗിലേക്ക് എതെങ്ങനെ കൊടുക്കാൻ പറ്റും എന്ന് പറയും. അതിലേക്ക് നമ്മൾ കൊടുക്കുമ്പോൾ അവർ ഓട്ടോമാറ്റിക് പറയുമ്പോൾ എനിക്ക് ചേഞ്ചസ് ഉണ്ട്. ഇപ്പൊ ഹാബിറ്റ് നമുക്ക് ഫോർമാറ്റ് ചെയ്യണോ വളരെ ഈസിയാണ് ട്രാൻസ്പേഴ്സണിൽ വെച്ചിട്ട്. അല്ല നമുക്ക് എന്തെങ്കിലും അച്ചീവ് ചെയ്യണോ നമുക്ക് ട്രാൻസ്പേഴ്സൺ വെച്ചിട്ട് വളരെ ഈസിയാണ്. അപ്പൊ ഞങ്ങൾ അത്തരം വിഷയങ്ങൾ കൊടുത്ത് അവരെ ഫോഴ്സിനെ കുറിച്ച് കൃത്യമായിട്ടൊരു അറിവ് കൊടുക്കുമ്പോൾ അവർ പിന്നെ ക്വസ്റ്റ്യൻസ് ആയി. കാരണം അവരെപ്പോഴും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും വരുമ്പോഴാണ് അതിന്റെ ഡെവലപ്മെന്റ് വരുന്നത്. അപ്പൊ ഒരു ഡിബേറ്റ് വെച്ചിട്ട് നമ്മൾ ഇതിന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ഇനി അവർക്ക് അറിയണം. നമുക്കതിനൊരു യാതൊരു ബുദ്ധിമുട്ടുമില്ല. കാരണം ഇത്ര ഫോഴ്സുകളെ തിരിച്ചറിയുന്നത് എന്താണ്. ഇപ്പൊ ഗണപതി ഒരാൾ പറയുന്നത് ഗണപതി ഇല്ല വെറുതെ പറയണം, ഞാൻ ആ ഫ്രീക്വൻസി കാണിക്കാം. അത് എന്തുകൊണ്ടാണ് അങ്ങനെ അത്ര രീതിയിൽ ആരാധിക്കപ്പെടുന്നത്, എന്താണ് വരുന്നത്. ഇതിൽ ഏറ്റവും വലിയ രസകരമായ കുറെ അനുഭവങ്ങളുണ്ട്. കാരണം നമ്മൾ പറയുന്ന ഒരു സെക്യുലറിസം എന്നൊരു വാക്കുണ്ട്. അത് എനിക്ക് ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കോഴ്സിലൂടെയാണ്. കാരണം ആര് വന്നാലും നമ്മൾ ഇതിന്റെ ഓപ്പൺ ചർച്ചകൾ നടക്കുന്നതുകൊണ്ട് തന്നെ അവർക്ക് ഇത്തരം ഫോഴ്സുകളെ റെഗുലേറ്റ് ചെയ്ത് മനസ്സിലാവുന്നുണ്ട്. അവർ ചോദ്യം ഇങ്ങനെ ഒരു ഫോഴ്സ് ഉണ്ടോ, അതെന്താ, അതാണ്. അപ്പൊ അവര് ആളെ സംബന്ധിച്ചാൽ അതുകൊണ്ടാണ് അത് പ്രാർത്ഥിക്കുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് അങ്ങനെ ക്വസ്റ്റ്യൻസും അവർക്ക് അനുഭവത്തിലേക്ക് വരുന്നതും അവർക്ക് കൃത്യ റിയാലിറ്റിയിൽ മനസ്സിലാവുന്ന കാര്യങ്ങൾ നമ്മൾ കൊടുക്കുമ്പോൾ വളരെ നമുക്കറിയാം ഒരു വളരെ പീസ് ഓഫ് മൈൻഡ് എന്ന് പറയും. അതൊക്കെ നമുക്ക് കിട്ടാനും ഇപ്പൊ എല്ലാവരെ കുറിച്ചൊരു കൃത്യമായിട്ടൊരു ധാരണയ്ക്ക് വരാനും നേരത്തെ പറയുന്ന നമ്മുടെ ഒരു മൊറാലിറ്റി ഒരു വലിയ സ്കെയിലേക്ക് കൊണ്ടുവരാനൊക്കെ സാധിക്കുന്ന ഒരു വിഷയം തന്നെ ട്രാൻസ്ലേഷൻ. അപ്പൊ നമുക്ക് അതിനെ കുറിച്ചുള്ള കുറെ കാര്യങ്ങൾ ചെയ്യണം എന്ന് നോക്കാം. ഞങ്ങൾ ഒരുപാട് ഇതിന് ഒരു കണ്ടന്റ്സ് കൊടുത്തിട്ട് തന്നെ ചെയ്യുന്നത്. കാരണം ഒരു ഭാഗം സർവീസ് സെക്ടറിലേക്ക് തന്നെ കൊടുത്തിരിക്കുന്നത്. കാരണം അത് ആർക്ക് വേണമെങ്കിൽ വരാൻ ചെയ്യാന്നുള്ളത്. ഒരു ഭാഗത്ത് പിന്നെ നമുക്ക് കുറെ ട്രെയിനർമാരും കുറെ കാര്യങ്ങളും അതൊരു കുറച്ചൊരു റെമ്യൂണറേഷനും കാര്യങ്ങളും കൊടുക്കാതെ പറ്റില്ല. ആ വിഭാഗവും പോകുന്നുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ ഇതില് പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഏറ്റവും കൂടുതൽ പഠിക്കാൻ വരുന്നത് വിദേശികളാണ്. നമ്മുടെ ആളുകളെ സംബന്ധിച്ച് ഇപ്പോഴും പതുക്കെ അതിന്റെ റണ്ണിങ് ആയി വരുന്നതുള്ളൂ. കാരണം അറിഞ്ഞ് വിമർശിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അതല്ലാതെ നമുക്ക് ഈ വേലിക്കെട്ടിന്റെ അപ്പുറത്ത് നിന്നിട്ട് ഇതൊന്നും തെറ്റാണെന്ന് പറയുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ. നമ്മളൊരു വീഡിയോ പോകുമ്പോൾ പോലും എന്തൊക്കെയാ പറഞ്ഞു കൂട്ടുന്നത് എന്നുള്ള രീതിയിൽ അവർ വിമർശിക്കുന്നത്. ഞാൻ പറയുന്നത് ഈ വിമർശകർ നേരിട്ട് വരട്ടെ, നമ്മൾ തയ്യാറാണ് ഈ ഫോഴ്സ് കാണിച്ചു കൊടുക്കാനും അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ നമുക്ക് റിയാലിറ്റി കാണിക്കാൻ ഞാൻ തയ്യാറാണ്. അത് കഴിഞ്ഞിട്ട് അവർക്ക് വിമർശിക്കാം. അല്ലാതെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ പഞ്ചസാര നാവിലിടാതെ പഞ്ചസാരയ്ക്ക് മധുരമില്ല എന്ന് കുറ്റം പറയുന്നവരോട് നമ്മൾ എന്ത് പറയും.